മധ്യപ്രദേശ് സർക്കാരിന്റെ SC/ST കമ്മീഷൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയതായ വിവരങ്ങൾ. അരമാനൂർ ശ്രീ നയനാർ ക്ഷേത്രത്തിൽ തീവ്ര അന്വേഷണം ആരംഭിച്ചു. മധ്യപ്രദേശ് സ്വദേശി മൊണാലിസ ഭോസ്ലെ മോണി എന്ന പട്ടികവർഗ യുവതി, ബഞ്ചാര ജാതിക്കാരിയായ യുവതി കേരളത്തിൽ വന്ന് വിവാഹിതയായ സംഭവത്തിലാണ് SC/ST കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഈ വിഷയത്തെപ്പറ്റി വളരെ വിശദമായ ഒരു പോസ്റ്റ് ഭാസ്കരൻ നായർ അജയൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട്. ആ കുറിപ്പ് ഞാൻ അദ്ദേഹം എഴുതിയതുപോലെ അതേപടി വായിക്കാം. പണി ഫ്ലൈറ്റ് പിടിച്ചെത്തി. ശ്രീ MV ഗോവിന്ദൻ, ശ്രീ ശിവൻകുട്ടി, ശ്രീ AA റഹീം എന്നിവർക്കുള്ള മധ്യപ്രദേശ് സർക്കാരിന്റെ പണിയുടെ KYC അന്വേഷണവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് സർക്കാരിന്റെ SC/ST കമ്മീഷൻ തിരുവനന്തപുരം അരമാനൂർ ശ്രീ നയനാർ ക്ഷേത്രത്തിലത്തെ അന്വേഷണം ആരംഭിച്ചു. മധ്യപ്രദേശ് സ്വദേശി മൊണാലിസ ഭോസ്ലെ എന്ന പട്ടികവർഗ യുവതി വിവാഹിതയായ സംഭവത്തിലാണ് കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത്. വിവാഹം രജിസ്റ്റർ ചെയ്ത അരമാനൂർ ശ്രീ നയനാർ ദേവക്ഷേത്രത്തിലെത്തിയാണ് ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ചത്. പെൺകുട്ടിയുടെ അച്ഛൻ മധ്യപ്രദേശ് കമ്മീഷന് ഒരു പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ കേരളത്തിൽ എത്തിയത്. തിരുവനന്തപുരത്തെ കമ്മീഷൻ അംഗങ്ങളും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. വിവാഹ രജിസ്റ്റർ രേഖയായി നൽകിയ ആധാർ കാർഡ് പകർപ്പുകൾ വിവാഹം നടത്തിത്തരണമെന്നാവശ്യപ്പെട്ട് ഇരുവരും നൽകിയ ജോയിന്റ് ആപ്ലിക്കേഷൻ, ക്ഷേത്ര ഭാരവാഹികൾ നൽകിയ വിവാഹ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി ക്ഷേത്രയോഗം പ്രസിഡന്റ് ഹരീന്ദ്രൻ പറഞ്ഞു എന്ന് അദ്ദേഹം കുറിക്കുന്നു. പട്ടികവർഗ സമുദായക്കാരായ ബഞ്ചാരകൾ സാധാരണ തങ്ങളുടെ ഗ്രാമത്തിലെ രീതി അനുസരിച്ച് പെൺകുട്ടിയെ മറ്റൊരു സമുദായത്തിലോ ഗ്രാമത്തിലോ വിവാഹം കഴിപ്പിച്ച് അയക്കാറില്ല എന്ന് ജയ്സിംഗ് ഭോസ്ലെ പോലീസിനോട് പറഞ്ഞു. തുടർന്നാണ് പോലീസ് നിയമ നടപടികളിലേക്ക് നീങ്ങിയത്. ഇന്നലെ സംഭവം കൈവിട്ടെന്ന് മനസ്സിലാക്കിയ വിവാഹ നടത്തിപ്പുകാരായ നേതാക്കൾ കേരളത്തിലെ ജനവികാരം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഒന്നുകൂടി ചെയ്തു. ഈ പെൺകുട്ടിയെ വെച്ച് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുകയും ആ പത്രസമ്മേളനത്തിന്റെ ബലത്തിൽ തങ്ങൾ ചെയ്ത ഹീനകൃത്യം മറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ ശ്രീ നയനാർ ക്ഷേത്രത്തിലെ പൂജാരിയുടെയോ ക്ഷേത്ര പ്രസിഡന്റിന്റെയോ മകളെ UP-യിലെ ഒരു റൂറൽ ഗ്രാമത്തിൽ വെച്ച് മുസ്ലിം സമുദായക്കാരനായ ഒരു ബംഗാളിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ഇവർക്ക് എന്ത് തോന്നും എന്ന ചോദ്യം പ്രസക്തമാണെന്നും അദ്ദേഹം പറയുന്നു. മധ്യപ്രദേശ് സർക്കാർ SC/ST ആക്ട് കൂടാതെ പോക്സോ എന്നിവ ചുമത്തി FIR ഇട്ടു എന്നാണ് മധ്യപ്രദേശിൽ നിന്നും എത്തിയ കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ വിവരം അനുഭവിച്ചു. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. നമുക്ക് ഒന്നുകൂടി പറയുകയാണെങ്കിൽ പ്രണയം, അതുപോലെ തന്നെ ഇതര മതസ്ഥനെ വിവാഹം കഴിക്കുക, അതൊന്നും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ അവിടെ ചില നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. പ്രായപൂർത്തിയായ പെൺകുട്ടിയാണോ, പ്രായപൂർത്തിയായ ആൺകുട്ടിയാണോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ ഇങ്ങനെയുള്ള വിവാദമാകുന്ന വിഷയങ്ങളിലൊക്കെ നേതാക്കന്മാർ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. കാരണം ഇതിൽ എത്രത്തോളം നൂലാമാലകൾ ഉണ്ട് എങ്കിൽ അത് വലിയ രീതിയിൽ അവരുടെ രാഷ്ട്രീയ ഭാവിയുമൊക്കെ ബാധിക്കും. തന്നെയുമല്ല, അത് ഒരുതരം ശരിയായ ഒരു സംസ്കാരമോ ഒന്നുമല്ല. ഒരു നേതാവ്, അത് മറ്റൊരു സംസ്ഥാനം, നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികളെ ആണെങ്കിൽ പോലും നമുക്കത് ഓക്കെ എന്നുള്ള രീതിയിലെത്താം. പക്ഷേ ഇത് മറ്റൊരു സംസ്ഥാനത്തിലുള്ളൊരു പെൺകുട്ടിയെ, രണ്ടുപേരും നമ്മുടെ സംസ്ഥാനത്തുള്ളതല്ല, അവരെ രണ്ടുപേരെയും ഇവിടെ നിന്നത് അവർക്ക് വിവാഹിതരാകാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലും ആകുന്നതല്ല എന്ന് തുടക്കം മുതൽ തന്നെ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നിരുന്നു. എന്തായാലും ഇനി തുടർന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കർമ്മ.